എല്ലാവർക്കും നമസ്കാരം. EduSkill പ്ലാറ്റ്ഫോം നടത്തുന്ന ഒരു OETയുടെ റീഡിംഗ് ബി സെക്ഷന്റെ ക്ലാസ് ആണ്. EduSkills ഫാമിലി ഒരു ഫ്രീ പ്ലാറ്റ്ഫോം നഴ്സസിന് വേണ്ടി ഫാദർ സലീൻ ആണ് ഞങ്ങളുടെ മേഡം. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന നഴ്സസിന് വേണ്ടി ഫ്രീ ആയിട്ട് ഫാദർ നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഹെൽത്ത് പ്രൊഫഷണൽസിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല വർക്കാണ്. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യും, പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഇതിലൂടെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഹെൽത്ത് പ്രൊഫഷണൽസിന് നമുക്ക് സഹായിക്കുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി പരമാവധി ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് റീഡിംഗ് ബി പാർട്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഇൻട്രൊഡക്ഷന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ മാർക്കിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. OETയുടെ റീഡിംഗ് സബ് ടെസ്റ്റിന്റെ ടോട്ടൽ മാർക്സ് 500 ആണ്. നമ്മളെപ്പോഴും ഒരു A ഗ്രേഡ് എയിം ചെയ്തുകൊണ്ട് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഡിസൈഡ് സ്കോർ കിട്ടുന്നത്. A സ്കോർ എന്ന് പറയുമ്പോൾ 450 to 500. അത് IELTS-നാണെങ്കിൽ 8 to 9 ആണ്. B ബാൻഡ് 350 to 440. നമ്മൾ ഒരിക്കലും ഒരു B ബാൻഡ് എയിം ചെയ്തുകൊണ്ട് പഠിക്കരുത്. നമ്മുടെ എയിം എപ്പോഴും ഒരു A ബാൻഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കോർ ഒരു C+ലേക്ക് വന്ന് നിൽക്കും. C+ എന്ന് പറയുമ്പോൾ 300 to 340 റേഞ്ചിൽ വന്ന് നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു A ഗ്രേഡ് എയിം ചെയ്ത് പഠിക്കണം. C+ ഞാൻ പറഞ്ഞല്ലോ 300 to 340 ആണ്. അടുത്ത C ഗ്രേഡ് എന്ന് പറയുമ്പോൾ 200 to 290 ആണ്. ലാസ്റ്റ് താഴോട്ടുള്ള സ്കോറുകൾ D and E അത് 100 ബിലോ ആണ്. അപ്പോൾ നമ്മൾ എയിം ചെയ്തിരിക്കുന്നത് നമ്മുടെ അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു A ബാൻഡ് ആണ്. അത് 450 to 500. സോ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഷിഫ്റ്റിനെ കുറിച്ച് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് A പാർട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരി സ്പീഡായിട്ടുള്ള റീഡിങ്, പിന്നെ ഉത്തരങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു തത്രപ്പാടിലായിരിക്കും. ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് ഒരു ട്രാൻസിഷൻ വേണം ഈ സമയത്ത്. അപ്പം ആ ഒരു ചെറിയ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ബിയിലോട്ട് മാറുമ്പം നമ്മുടെ തോട്ട് പ്രോസസ് കുറച്ച് സ്ലോ ചെയ്ത് നമ്മൾ വളരെ കീനായിട്ട് ഓരോ ക്വസ്റ്റ്യൻസിനെയും ശ്രദ്ധിച്ച് നോക്കണം. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ കോഷ്യസ്ലി പേസിങ് ഡൗൺ യുവർ ബ്രെയിൻ, മീൻസ് ബ്രെയിനിനെ നമ്മൾ സ്ലോ ചെയ്യുന്നു. പിന്നെ കോമ്പോസ് യുവർ സെൽഫ്, എങ്ങനെയാ ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് നല്ല സ്ലോ ഡൗൺ ആയിട്ട് നമ്മൾ മീൻസ് ആ ടെൻഷൻ ആയിട്ട് എഴുതി ഒരു ഇതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് സ്ലോ ആയിട്ട് തിങ്ക് ചെയ്ത് നമുക്ക് ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും 1 മിനിറ്റിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റപ്പിനെ കൊണ്ടുവരും. അടുത്ത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ നമുക്ക് സാധാരണ ബി പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യനുകളെ കുറിച്ച് നോക്കാം. സാധാരണയായിട്ട് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 6 ക്വസ്റ്റ്യൻസും അത് ഒരു ചെറിയൊരു ഡോക്യുമെന്റേഷൻ ആയിരിക്കും. അത് ഒന്നുകിൽ പോളിസീസ്, അല്ലെങ്കിൽ വർക്ക് ഇമെയിൽ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്, ഗൈഡ് ലൈൻസ് ഫോർ മാനുവൽസ്. ഇത് ഒരു ഹോസ്പിറ്റലിലെ നഴ്സസിനോ അല്ലെങ്കിൽ ഡോക്ടറിനോ ഒരു ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിനുള്ള ഹെൽത്ത് പോളിസീസ് ഒക്കെ ആയിട്ടാണ് സാധാരണ ഈ പാരഗ്രാഫുകൾ കാണപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യന് 3 ഓപ്ഷൻ ഉണ്ടാവും, A, B, C എന്ന്. നമ്മൾ ഓരോന്നും വളരെ വ്യക്തമായിട്ട് ഹെഡിങ് മുതൽ വായിക്കുകയും പിന്നെ അതിനുള്ള ആൻസർ കണ്ടുപിടിക്കുകയും വേണം. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്സ് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഒരു
ബി പാർട്ടിലെ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന്. റീഡ് ദ കണ്ടക്ട് സെന്റൻസ് വിച്ച് ഗീവ് യു മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിനെ കുറിച്ചുള്ള ആ കണ്ടന്റ്സിന്റെ സെന്റൻസ് വായിക്കുക. തുടക്കത്തിൽ നിന്ന് ടോപ്പിക് സെന്റൻസിൽ നിന്ന് വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ മെയിൻ ഐഡിയ എന്താണെന്നുള്ളത് കിട്ടും. ഫസ്റ്റ് ഹെഡിങ് വായിക്കുക, മാർക്ക് ചെയ്യുക, നമുക്ക് മെയിൻ ആയിട്ട് തോന്നുന്ന വേർഡ്സ് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ടോപ്പിക് സെന്റൻസ് വായിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഹോൾ പാരഗ്രാഫിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കിട്ടും. റീഡ് ദ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി. ഫസ്റ്റ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റിന് നന്നായിട്ട് വായിച്ച് അതിന്റെ കീവേഡ്സ്, ഹെഡിങ് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവുക, ഓപ്ഷൻ വായിക്കുക, അതുപോലെ തന്നെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. നെക്സ്റ്റ് ടെക്സ്റ്റ് വായിക്കുക. നമ്മൾ ബി പാർട്ട് എപ്പോഴും QAT മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ Q എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, ആദ്യം ക്വസ്റ്റ്യൻ സ്റ്റെം വായിക്കുന്നു. നെക്സ്റ്റ് ആൻസർ ഓപ്ഷൻസ്, 3 ഓപ്ഷൻ നമ്മൾ വായിക്കുന്നു. അതിനകത്ത് നിന്ന് ഹെഡിങ് വേർഡ്സ് മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് വായിച്ചിട്ട് കറക്റ്റ് ആൻസർ, ബെസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ആൻസർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ 5 സ്റ്റെപ്സ്. ഇപ്പൊ സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി, അടുത്ത ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആൻസർ ഓപ്ഷൻസ് വായിക്കുന്നു, നെക്സ്റ്റ് ടെക്സ്റ്റ് വായിക്കുന്നു. ഫൈനലി നമ്മൾ ബെസ്റ്റ് ആൻസർ എന്താണെന്നുള്ള നമ്മുടെ അക്കോർഡിംഗ് ടു ദ ആ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നുള്ള സെലക്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യും. അതാണ് നമ്മുടെ 5 സ്റ്റെപ്സ്. പ്ലീസ്. സോ ഞാൻ പറഞ്ഞല്ലോ QAT മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. Q എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ സ്റ്റെം വളരെ ഒരു അല്പസമയം എടുത്ത് വായിക്കുക. ക്വസ്റ്റ്യൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിനെ നമുക്ക് വേഗത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫാദറിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റ് പോലും വായിക്കാതെ ഫാദർ ആൻസർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കുന്ന രീതികൾ. അതിന് നമ്മൾ അച്ഛന്റെ ഓരോ വീഡിയോകൾ കാണുകയും അതിന് കറക്റ്റ് ആയിട്ട് നോട്ട്സ് എഴുതി അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലേക്ക് പോകാതെ തന്നെ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ അച്ഛൻ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോകൾ കാണുക. എലിമിനേഷൻ മെത്തേഡ് ഫാദർ സലീൻ എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. അത് നിങ്ങൾ കാണുകയും നോട്ട് എഴുതുകയും ചെയ്യണം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അതിലേക്ക് പോകാൻ കഴിയും, ആൻസറിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അല്ല നമുക്ക് അങ്ങനെ ഒരു ആൻസർ കിട്ടുന്നില്ല, അത് നമുക്ക് കൺഫേം ചെയ്യണമല്ലോ എപ്പോഴും. അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിച്ചിട്ട് കറക്റ്റ് ആണോ എന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കി എലിമിനേറ്റ് ചെയ്യേണ്ട ബാക്കി ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാനും അതിന് നമ്മൾ എവിഡൻസ് നമ്മൾ എപ്പോഴും ടെക്സ്റ്റിൽ നിന്ന് കണ്ടെത്തണം. ഞാൻ എന്തുകൊണ്ട് ഈ ആൻസർ സെലക്ട് ചെയ്തു, ഞാൻ എന്തുകൊണ്ട് ബാക്കിയുള്ള ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതും നമ്മൾ ഉറപ്പുവരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ബി പാർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ബി പാർട്ടിൽ 6 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ്. അത് നമുക്ക് ഒരു മാക്സിമം 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഈസി സ്ട്രാറ്റജീസ് ആണ് ഫാദർ സലീൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് വേഗം കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് സഹായകരമായെന്ന് വിശ്വസിച്ചുകൊണ്ട് നെക്സ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് അശ്വതിയെ ക്ഷണിക്കും. അപ്പോൾ എൻ്റെ പേര് ജിജി ജോർജ്. ഞാൻ എഡു സ്കില്ലിലെ സ്റ്റുഡൻറ് മെമ്പറാണ്. ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത് റീഡിംഗ് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം 3ഉം ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പാർട്ട് ബിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, പിന്നെ അത് കഴിഞ്ഞ് ആൻസർ ഓപ്ഷൻ നോക്കുക, അതിനുശേഷം നമ്മൾ ടെക്സ്റ്റിലോട്ട് പോവുക. അതായത് QAT മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. The notice is giving information about. അപ്പം the notice is giving information about എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊരു about ക്വസ്റ്റ്യൻ ആണ്, അതായത് കീവേഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അതാണ് about എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ways of checking that an NG tube has been placed correctly. Option B, how the use of NG feeding tube is authorized. Option C, which
staff should perform NG2 placement. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനും വായിച്ചു, ആൻസർ ഓപ്ഷനും വായിച്ചു. ഇനി നമ്മൾ ഇതിനകത്ത് ഹെഡിങ് വേർഡ്സ്, അതായത് മെയിൻ പോയിന്റ് വേർഡ് എന്താണെന്ന് മനസ്സിലാക്കി ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ്, ഇത് എന്തോ ഒരു നോട്ടീസ് ആണ് തന്നിരിക്കുന്നത്, എന്തിനെ പറ്റിയാണെന്നുള്ളതാണ്. അതാണ് ഈ അബൌട്ട്. നമ്മൾ ആൻസർ ഓപ്ഷന്റെ കീവേഡ് നോക്കാം. അതിനകത്ത് വേസ് ഓഫ് ചെക്കിംഗ്, അതൊരു കീവേഡ് ആയിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അടുത്ത ഓപ്ഷൻ ബിയില് ഹൗ ദ യൂസ്, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു കീവേഡ് ആയിട്ട് എടുക്കാം. പിന്നെ വിച്ച് സ്റ്റാഫ്, ഓപ്ഷൻ സിയില് അതും ഹെഡിങ് വേർഡ് ആയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്കിനി ടെക്സ്റ്റ് വായിക്കാം. ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് ഹെഡിങ് ഉണ്ടാവും, അത് നമ്മൾ നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അതിലൂടെ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ ഹെഡിങ് തന്നിരിക്കുന്നത് NG ഫീഡിംഗ് ട്യൂബ്സ് എന്നാണ്. അപ്പൊ NG ട്യൂബ് ഫീഡിങ്സിനെ പറ്റിയാണ് ഈ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കത് വായിക്കാം. Displacement of nasogastric feeding tubes can have serious implications in undetected. Incorrectly positioned tubes leave patients vulnerable to the risk of regurgitation and respiratory aspiration. It is crucial to differentiate between gastric and respiratory placement on initial insertion to prevent potentially fatal pulmonary complications. Insertion and care of an NG tube should therefore only be carried out by a registered doctor or nurse who has undergone theoretical and practical training and is deemed competent or is supervised by someone competent. Assistant practitioners and other unregistered staff must never insert NG tubes or be involved in the initial confirmation of a safe NG tube position. അപ്പൊ നമ്മൾ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞു. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതായത് ഒരു പാരഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ സെന്റൻസ് ആണ് ടോപ്പിക് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ടോപ്പിക് സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതൊരു പ്രോബ്ലം ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നാസോഗാസ്ട്രിക് ട്യൂബ് ഫീഡിംഗ് ക്യാൻ ഹാവ് സീരിയസ് ഇംപ്ലിക്കേഷൻ ഇഫ് അൺഡിറ്റക്റ്റഡ്. അതായത് സ്ഥാനമാറ്റം വന്ന NG ട്യൂബ് സീരിയസ് കോംപ്ലിക്കേഷൻ, അതായത് ഗുരുതര പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് NG ട്യൂബ് സ്ഥാനമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ടോപ്പിക് സെന്റൻസ് പറയുന്നത്. അപ്പൊ അതിനെ തുടർന്ന് അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? ഇൻകറക്ട്ലി പൊസിഷൻ ട്യൂബ് leaves patient vulnerable to risk of regurgitation and respiratory aspiration. അപ്പൊ രണ്ട് പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിസ്ക് ഓഫ് റീഗർജിറ്റേഷൻ, റെസ്പിറേറ്ററി ആസ്പിറേഷൻ, അതായത് ശ്വാസം മുട്ടും, അതോടുകൂടി പേഷ്യന്റ് എല്ലാം ആസ്പിറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഈ സെന്റൻസ് പറയുന്നത്. അതിനെ തുടർന്ന് അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗ്യാസ്ട്രിക് ആൻഡ് റെസ്പിറേറ്ററി പ്ലേസ്മെന്റ്. അതായത് ഇത് വളരെ നന്നായിട്ട് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഫർദർ, അതായത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ട്യൂബ് കറക്റ്റ് ആയിട്ടാണോ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ആ ഒരു പ്രശ്നം എന്താണ്, എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഇൻസർഷൻ ആൻഡ് കെയർ ഓഫ് ആൻ NG ട്യൂബ് ഷുഡ് therefore only be carried out by a registered nurse or a doctor. അപ്പം ഈ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, അതിനുശേഷം അതിന് സൊല്യൂഷൻ പറഞ്ഞിരിക്കുകയാണ്. സൊല്യൂഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only be carried out by a registered nurse or a doctor. ഒരു രജിസ്റ്റേർഡ് നഴ്സോ ഡോക്ടറോ ഇത് ചെയ്യാൻ പാടുള്ളൂ. അവർ എങ്ങനെയുള്ളവരായിരിക്കണം? ഹാസ് അണ്ടർഗോൺ തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്. അതായത് തിയറിയും പ്രാക്ടിക്കലും നന്നായി ട്രെയിൻ ചെയ്തവരും പഠിച്ചവരും ആയിട്ടുള്ളവരും അതിന്റെ കോമ്പിറ്റൻസി, അതായത് ഇത് ട്രെയിൻ ചെയ്ത് നല്ലതായിട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളവരുമായിട്ടുള്ളവർക്ക് മാത്രമേ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സെന്റൻസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അസിസ്റ്റന്റ് പ്രാക്ടീഷണർ ആൻഡ് അതർ അൺരജിസ്റ്റേർഡ് സ്റ്റാഫ് മസ്റ്റ് നെവർ ഇൻസേർട്ട് NG ട്യൂബ്. അപ്പോ അസിസ്റ്റന്റ് പ്രാക്ടീഷണേഴ്സും അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്റ്റാഫും ഒരിക്കലും ഇത് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് പാരഗ്രാഫിൽ എന്താ ടോട്ടലി പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. സോ ഇനി നമുക്ക് ആൻസർ ഓപ്ഷനിലോട്ട് പോകാം. ആൻസർ ഓപ്ഷൻ എ പറയുന്നത്
ways of checking that NG tube has been placed correctly. അപ്പോൾ ways of checking ആണ്. അപ്പോൾ ways of checking ആൾറെഡി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു, കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവിടെ ways of checking-ന് ഒരു പ്രാധാന്യം വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ആൻസർ തെറ്റാണ്, നമ്മൾക്കത് എലിമിനേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് how the use of NG feeding tube is authorized. അപ്പോൾ ഈ NG ട്യൂബ് ഓതറൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അത് നമ്മൾക്ക് ഇവിടെ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി ഇത് പ്രോസസ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആൻസർ പോലെയാണ് തോന്നുന്നത്. സോ അതും ഈ പാരഗ്രാഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സോ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിച്ച് സ്റ്റാഫ് ഷുഡ് പെർഫോം NG ട്യൂബ് പ്ലേസ്മെന്റ്. അപ്പൊ നമുക്കിവിടെ കാണാം, ആദ്യം ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ആ പ്രശ്നം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി ഒരു സൊല്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ സെന്റൻസ് നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഇൻസേർഷൻ ആൻഡ് കെയർ ഓഫ് an NG tube should therefore only be carried out by a registered nurse or doctor. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആരാണ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് കറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ only be carried out registered nurse or a doctor who has undergone theoretical and practical training. അപ്പോ കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് കിട്ടിയ ഒരാൾക്ക് മാത്രമേ NG ഇൻസേർഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് മെയിൻ ആയിട്ടും ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് പോലെ ഈ സെന്റൻസ് തുടങ്ങുമ്പോൾ അവിടെ തന്നെ ഒരു മോഡൽ വെർബ് ഉണ്ട് ഷുഡ്, പിന്നെ ഒരു കോൺട്രാസ്റ്റ് വേർഡ് ഉണ്ട് therefore. നമുക്ക് അങ്ങനെയും ഈ ആൻസറിലോട്ട് മനസ്സിലാക്കാനുള്ള ഈസി ആക്സസ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് മസ്റ്റ് ഓൾ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദ ട്രാൻസ്മിഷൻ പ്രോസസ് ഡു? ഓപ്ഷൻ എ, check that their existing training is still valid. Option B, attend a course to learn about new procedures. Option C, read a document that explains changes in policy. അപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റാഫും, അതായത് വാട്ട് മസ്റ്റ് ഓൾ സ്റ്റാഫ് ഇൻവോൾവ് ഏതായിട്ട് അബൌട്ട് ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്, ഇതിന്റെ ഹെഡിങ് വേർഡ് ആയിട്ട് നമുക്ക് രണ്ട് ഹെഡിങ് വേർഡ് എടുക്കാം. ഒന്ന് ട്രാൻസ്ഫ്യൂഷൻ പ്രോസസ്, പിന്നെ ഒന്ന് മസ്റ്റ് ഓൾ സ്റ്റാഫ്. അപ്പം നിർബന്ധമായിട്ട്, മസ്റ്റ് എന്ന് പറയുന്ന മോഡൽ വെർബ് സൂചിപ്പിക്കുന്നത് നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയുടെ ഹെഡിങ് വേർഡ് ആയിട്ട് ചെക്ക് എന്നുള്ള ഹെഡിങ് വേർഡ് എടുക്കാം. പിന്നെ their training is still valid, അത് നമുക്കൊരു ഹെഡിങ് വേർഡ് ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ബിയിലോട്ട് വരുമ്പോൾ അറ്റൻഡ് എ കോഴ്സ്, നമുക്ക് അതൊരു ഹെഡിങ് വേർഡ് ആയിട്ട് എടുക്കാം, അറ്റൻഡ് എ കോഴ്സ്. ദെൻ ഓപ്ഷൻ സിയിൽ വരുമ്പോൾ റീഡ് എ ഡോക്യുമെന്റ്, അതും നമുക്കൊരു ഹെഡിങ് വേർഡ് ആയിട്ട് എടുക്കാം. ഇനി നമ്മൾക്ക് പാരഗ്രാഫ് വായിക്കാം. പാരഗ്രാഫിന്റെ ഹെഡിങ് ഇതാണ്, റൈറ്റ് പേഷ്യന്റ്, റൈറ്റ് ബ്ലഡ് അസസ്മെന്റ്. The administration of blood can have significant morbidity and mortality. Following the introduction of the right patient, right blood safety policy, all staff involved in the transfusion process must be competency assessed. To ensure the safe administration of blood components to the intended patient, all staff must be aware of their responsibilities in the line with the professional standards. Staff must ensure that if they take any part in the transfusion process, their competency assessment is updated every 3 years. All staff are responsible for ensuring that they attend the mandatory training identified for their role. So, relevant training courses are clearly identified in Appendix 1 of the mandatory training matrix. സോ ഇതിനകത്ത് ഈ പാരഗ്രാഫിൽ നമ്മൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മസ്റ്റായിട്ടും, അതായത് നിർബന്ധമായിട്ടും എല്ലാ സ്റ്റാഫും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് റൈറ്റ് പേഷ്യന്റ് റൈറ്റ് ബ്ലഡ് അസസ്മെന്റ് നമ്മൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട, മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പം ഈ പാരഗ്രാഫ് എൻ്റയർ പാരഗ്രാഫിലും കൂടുതലായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓൾ സ്റ്റാഫ് മസ്റ്റ് ബി കോമ്പിറ്റൻസി അസസ്ഡ്, മസ്റ്റ് അവെയർ ദർ റെസ്പോൺസിബിലിറ്റീസ്, എല്ലാം ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൂടുതലായിട്ടും പറഞ്ഞിരിക്കുന്ന എല്ലാം മസ്റ്റ് ആയിട്ട്, അതായത് നിർബന്ധമായിട്ടും സ്റ്റാഫ് എങ്ങനെ എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ
നമുക്ക് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എയിലോട്ട് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ചെക്ക് ദാറ്റ് ദെയർ എക്സിസ്റ്റിംഗ് ട്രെയിനിങ് ഈസ് സ്റ്റിൽ വാലിഡ്. അപ്പോൾ ഇവിടെ അതിന്റെ സിനോണിമസ് ലാംഗ്വേജ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. All staff involved in the transfusion process must be competency assessed. That means competency assessed means അവരുടെ ട്രെയിനിങ് അസസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അടുത്ത സെന്റൻസിൽ വീണ്ടും പറയുന്നു all staff must be aware of their responsibilities. സോ നിർബന്ധമായിട്ടും അവരുടെ റോൾ എന്താണെന്ന് അവർ കറക്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. വീണ്ടും അടുത്ത പാരഗ്രാഫിൽ അടുത്ത സെന്റൻസ് വീണ്ടും പറയുന്നു സ്റ്റാഫ് മസ്റ്റ് എൻഷുർ. അവര് നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം എന്താണ് their competency assessment is updated every 3 years. അപ്പോൾ every 3 yearsൽ അവരുടെ കോമ്പിറ്റൻസി നന്നായിട്ട് ക്ലിയർ ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ് വീണ്ടും വീണ്ടും ഈ പാരഗ്രാഫിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് എന്താണ്? ചെക്ക് ദാറ്റ് their existing training is still valid. അതായത് അവരുടെ കോമ്പിറ്റൻസി അസസ്മെന്റ് അതായത് ട്രെയിനിങ് സ്റ്റിൽ വാലിഡ് ആണോ അത് വിലയുള്ളതാണോ എന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. പിന്നെ ഓപ്ഷൻ ബിയും സിയും എന്തുകൊണ്ട് ആൻസർ ആയില്ല എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബിയിൽ പറയുന്നത് അറ്റൻഡ് എ കോഴ്സ് ടു ലേൺ അബൌട്ട് ന്യൂ പ്രൊസീജിയർ. ഇവിടെ അറ്റൻഡ് എ കോഴ്സ് ആണ് നമ്മൾ ഹെഡിങ് വേർഡ് ആയിട്ട് എടുത്തത്. ഈ അറ്റൻഡ് എ കോഴ്സിനെ പറ്റി ഇവിടെ ഒന്നും തന്നെ പറയുന്നില്ല. മാത്രമല്ല അബൌട്ട് ന്യൂ പ്രൊസീജിയർ, ഇവിടെ ന്യൂ പ്രൊസീജിയർ ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ആൻസർ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ ഡി റീഡ് എ ഡോക്യുമെന്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ചേഞ്ചസ് ഇൻ പോളിസി. ഇപ്പൊ റീഡ് എ ഡോക്യുമെന്റ്, ഇവിടെ ഒരു ഡോക്യുമെന്റ് ആണ് തന്നിരിക്കുന്നത്, പക്ഷെ അത് വായിച്ച് ദാറ്റ് എക്സ്പ്ലെയിൻ ചേഞ്ചസ് ഇൻ പോളിസി, ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് സെയിം പാരഗ്രാഫില് നമ്മുടെ കോമ്പിറ്റൻസി എങ്ങനെ അസസ് വാലിഡ് ആണോ എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സിയും റോങ് ആണ്. സോ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. താങ്ക് യു. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത 4-ാമത്തെയും 5-ാമത്തെയും ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ അശ്വതി ഹരിഹരനെ സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് അശ്വിനി സതീഷ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് പാർട്ട് ബി ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫാദറിനും എല്ലാ അഡ്മിൻസിനും ഒരു താങ്ക്സ് പറയാണ്, കാരണം ഇങ്ങനെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തതിന്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി മാനുവൽ ഇൻഫോം us that ബ്ലഡ് പ്രഷർ മോണിറ്റർ. ഇതിലെ ക്വസ്റ്റ്യന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ മോണിറ്റർ ആണ്. ദെൻ നമ്മൾ പാർട്ട് ബിയിൽ QAT മെത്തേഡ് ആണ്. ക്വസ്റ്റ്യൻ, ആൻസർ ഓപ്ഷൻ ആൻഡ് ദെൻ ടെക്സ്റ്റ്. സോ നമുക്ക് ആൻസർ ഓപ്ഷനിലോട്ട് പോവാം. First answer option is likely to interfere with the operation of other medical equipment. So option A യിൽ നമ്മൾ ഹെഡിങ് കീവേഡ് എന്ന് പറയുന്നത് other medical equipment ആണ്. Then option B may not work correctly in close proximity to some other devices. ഇവിടെ ഹെഡിങ് വേർഡ് some other devices. Then option C should be considered safe to use in all hospital environment. ഇവിടെ കീവേഡ് എന്ന് പറയുന്നത് ഓൾ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആണ്. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യനും ആൻസർ ഓപ്ഷൻ വായിക്കുന്നതോടൊപ്പം തന്നെ ഇതിലെ ഹെഡിങ് വേർഡ് അണ്ടർലൈൻ ചെയ്യാണ്. അപ്പം ഇതിലെ തേർഡ് ഓപ്ഷൻ നമ്മൾ ഓൾ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് എന്ന് കാണുമ്പോൾ തന്നെ അതൊരു എക്സ്ട്രീം എക്സ്പ്രഷൻ ആണ്, അബ്സല്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എയും ബിയും ആണ് നമ്മൾ ഇനി ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ അടുത്തത് ടെക്സ്റ്റ് ആണ് വായിക്കാൻ പോകുന്നത്. ടെക്സ്റ്റിലെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഡിജിറ്റൽ ഓട്ടോമാറ്റിക് ബ്ലഡ് പ്രഷർ മോണിറ്റർ. അതിലെ സം ഹെഡിങ് ഇലക്ട്രോമാഗ്നറ്റിക് കോമ്പാക്റ്റബിലിറ്റി. ടെക്സ്റ്റിലെ വിത്ത് ദി ഇൻക്രീസ്ഡ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസ് മെഡിക്കൽ എക്യുപ്മെന്റ് മേ ബി സസെപ്റ്റബിൾ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. Incorrect operation of the medical situation. To regulate the requirement of the product situation, the EN 606011-2 standard defines the level of immunity to electromagnetic interference as well as maximum level of electromagnetic emissions for medical devices. This medical device conforms to EN 606011-2:2001 for both immunity and emissions.
Nevertheless, care should be taken to avoid the use of monitor within 7 meters of cell phone or other device generating strong electrical or electromagnetic field. ഇതാണ് ടെക്സ്റ്റ്. നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിൽ ഹെഡിങ് വേർഡ് കീവേഡുകളെല്ലാം അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിലെ ഓപ്ഷൻ നമ്മൾ ആൻസർ ഓപ്ഷൻ ഏതാന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ തേർഡ് ഓപ്ഷൻ ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്തു. അതിലൊരു എക്സ്ട്രീം എക്സ്പ്രഷൻ കാണുന്നുണ്ട്, ഓൾ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്. സോ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഈസ് ലൈക്ലി ടു ഇന്റർഫിയർ വിത്ത് ദി ഓപ്പറേഷൻ ഓഫ് അതർ മെഡിക്കൽ എക്യുപ്മെന്റ്. ഇതിൽ നമ്മൾ ഹെഡിങ് വേർഡ് അതർ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതിൽ ബ്ലഡ് പ്രഷർ മോണിറ്റർ എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതർ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു എക്യുപ്മെന്റിനെ കുറിച്ചും ഈ ടെക്സ്റ്റിൽ പറയുന്നില്ല. അപ്പൊ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ദെൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മെനോ വർക്ക് കറക്റ്റ്ലി ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു സം അതർ ഡിവൈസസ്. ഇതിൽ പറയുന്നത് നമ്മൾ ഈ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് ആഫ്റ്റർ ദി കോൺട്രാസ്റ്റ് വേർഡ് പറയുന്നുണ്ട്. Nevertheless, care should be taken to avoid the use of the monitor within 7 meters of cell phone or other devices. അതിൽ നിന്ന് മനസ്സിലാവുന്നു വിത്തിൻ 7 meters of cell phone എന്ന് പറഞ്ഞാൽ സിനോണിംസ് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോസ് പ്രോക്സിമിറ്റി. ക്വസ്റ്റ്യനിൽ പറയുന്നു ക്ലോസ് പ്രോക്സിമിറ്റി, ടെക്സ്റ്റിൽ വിത്തിൻ 7 meters. ആൻസർ ഓപ്ഷനിൽ പറയുന്നു സം അതർ ഡിവൈസസ്. ഇറ്റ് മീൻസ് ടെക്സ്റ്റിൽ അതർ ഡിവൈസസ് എന്ന് പറയുമ്പോൾ cell phones or other devices that generating strong electrical or electromagnetic field. അപ്പം ആൻസർ ഓപ്ഷൻ നമുക്ക് പറയാം. നമ്മുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ആഫ്റ്റർ ദി കോൺട്രാസ്റ്റ് വേർഡ് എന്തായാലും ആൻസർ ഓപ്ഷൻ മോസ്റ്റ്ലി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന് ആഫ്റ്റർ കോൺട്രാസ്റ്റ് വേർഡ് നമ്മൾ ഈ സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ഈ ടെക്സ്റ്റിന്റെ ഒരു പാരഗ്രാഫ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെന്റൻസ് ടോപ്പിക് സെന്റൻസ് ആണ്. അപ്പം ഫസ്റ്റ് സെന്റൻസ് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് വിത്ത് ദി ഇൻക്രീസ്ഡ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസ് മെഡിക്കൽ എക്യുപ്മെന്റ് മേ ബി സസെപ്റ്റബിൾ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. ഇതാണ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെന്റൻസ്. ഇതാണ് നമ്മുടെ ടോപ്പിക് സെന്റൻസ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ പാരഗ്രാഫിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം ഒരു ബ്ലഡ് പ്രഷർ മോണിറ്ററിന്റെ ഒരു പ്രോബ്ലം ആണ് അവര് ടെക്സ്റ്റിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ അവർ ഡിസ്കസ് ചെയ്യുന്നത് ആ പ്രോബ്ലം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താന്നുള്ളതാണ്. അതായത് അതിന്റെ ഒരു കോസ് എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ്. ദെൻ ആ പാരാഗ്രാഫ് സ്ട്രക്ചർ നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. ദെൻ അതിന്റെ ഒരു കോസ് എന്താന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ ആ കോസ് കൊണ്ടുള്ള ഒരു ഇഫക്റ്റ് എന്താന്ന് വെച്ചാൽ ഇൻകറക്റ്റ് ഓപ്പറേഷൻ ഓഫ് ദി മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ക്രിയേറ്റ് എ പൊട്ടൻഷ്യലി അൺസേഫ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോസ് കൊണ്ട് ഒരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു 2 സൊല്യൂഷൻ പറയുന്നുണ്ട്. ആ ഒരു EN 6060112 സ്റ്റാൻഡേർഡ് ഡിഫൈൻസ് ദി ലെവൽ ഓഫ് ഇമ്മ്യൂണിറ്റി ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ആസ് വെൽ ആസ് മാക്സിമം ലെവൽ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എമിഷൻസ് ഫോർ മെഡിക്കൽ ഡിവൈസസ്. അത് കഴിഞ്ഞ് ഒരു കോമ്പാക്റ്റബിലിറ്റി അടുത്തതായിട്ട് പറയുന്നത് കോമ്പാക്റ്റബിലിറ്റി. അത് ആ സെന്റൻസ് ആണ്. ദിസ് മെഡിക്കൽ ഡിവൈസ് കൺഫോംസ് ടു EN 60601/2001 ഫോർ ബോത്ത് ഇമ്മ്യൂണിറ്റി ആൻഡ് എമിഷൻസ്. ദെൻ ലാസ്റ്റ് പറയുന്നത് ഈ ഒരു പ്രോബ്ലത്തിനുള്ള കോഷൻ, നമ്മൾ എന്ത് കെയർ ആണ് ആ ഒരു അൺസേഫ് സിറ്റുവേഷൻ ഒഴിവാവാനായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് പറയുന്നത്. Care should be taken to avoid the use of the monitor within 7 meters of cell phone or other devices. അതാണ് ഈ ഒരു ടെക്സ്റ്റിന്റെ ഒരു പാരഗ്രാഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ അതിന്റെ കോസ്, ദെൻ ഇഫക്റ്റ്, ദെൻ സൊല്യൂഷൻ, ദെൻ ലാസ്റ്റ് പോർഷൻ. ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് ഞാൻ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനായിട്ട് ജിജി ജോർജിനെ വെൽക്കം ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു ഹെലൻ ചേച്ചി. എൻ്റെ പേര് അശ്വതി ഹരിഹരൻ. ഞാൻ എഡ്യൂസ്കിൽ ഫാമിലിയിലെ ഒരംഗമാണ്. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന അച്ഛനും എഡ്യൂസ്കിൽ ഫാമിലിയിലെ എല്ലാ അഡ്മിൻസിനും ഞാൻ നന്ദി പറയുന്നു. ഇന്നെനിക്ക് ഇവിടെ ചെയ്യാൻ തന്നിരിക്കുന്നത് റീഡിംഗ് പാർട്ട് ബി. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4. ദ ഗൈഡ്ലൈൻസ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഷുഡ്. ഈ ക്വസ്റ്റ്യനിൽ ഹെഡ്ജിങ് വേർഡ് ഷുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ മസ്റ്റ് ആയിട്ട് എന്തോ ചെയ്യേണ്ട ഒരു എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാം. ഹെലൻ ചേച്ചി തൊട്ട് മുമ്പ് പറഞ്ഞു റീഡിംഗ് പാർട്ട് ബിയിൽ QAT മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ ആൻസർ ഓപ്ഷൻ എ, aim to make patient fully aware of their right to a chaperone. അതിൽ ഹെഡ്ജിങ് വേർഡ്സ് aim to make patient fully aware. Option B, evaluate the need for a chaperone on a case by case basis. ഈ ഓപ്ഷനിൽ ഹെഡ്ജിങ് വേർഡ് കേസ് ബൈ കേസ് ബേസിസ്, അതായത് ഓരോ കേസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ സി, റെസ്പെക്ട് ദ വിഷസ് ഓഫ് ദ പേഷ്യന്റ് എബോവ് ഓൾ എൽസ്. അതിൽ ഹെഡ്ജിങ് വേർഡ് റെസ്പെക്ട് ദ വിഷസ് ഓഫ് പേഷ്യന്റ്. ഇനി നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റിൽ എ പേഷ്യന്റ് മേ സ്പെസിഫിക്കലി റിക്വസ്റ്റ് എ ചാപ്രോൺ ഓർ ഇൻ സർട്ടൻ സർക്കംസ്റ്റൻസസ് മേ നോമിനേറ്റ് വൺ, ബട്ട് ഇറ്റ് വിൽ നോട്ട് ഓൾവേസ് ബി ദ കേസ് ദാറ്റ് എ ചാപ്രോൺ ഈസ് റിക്വയർഡ്. ഇറ്റ് ഈസ് ഓഫ്റ്റൻ എ ക്വസ്റ്റ്യൻ ഓഫ് യൂസിംഗ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ടു അസസ് ആൻ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ. If a chaperone is offered and declined, this must be clearly documented in the patient's record along with any relevant discussion. The chaperone should only be present for the physical examination and should be in a position to see what the healthcare professional undertaking the examination or investigation is doing. The healthcare professional should wait until the chaperone has left the room or cubicle before discussion take place on any aspect of the patient care unless the patient specifically requests the chaperone to remain. ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻ പറയണത് ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ദാറ്റ് ദ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഷുഡ്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇതൊരു കോൺട്രാസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അച്ഛൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഒരു പാരഗ്രാഫിൽ കോൺട്രാസ്റ്റ് വേർഡ് ഉണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സെന്റൻസിൽ ആൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാരഗ്രാഫിൽ കോൺട്രാസ്റ്റ് വേർഡ് ബട്ട്. അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇറ്റ് വിൽ നോട്ട് ഓൾവേസ് ബി ദ കേസ് ദാറ്റ് എ ചാപ്രോൺ ഈസ് റിക്വയർഡ്. ഇറ്റ് ഈസ് ഓഫ്റ്റൻ എ ക്വസ്റ്റ്യൻ ഓഫ് യൂസിംഗ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ടു അസസ് ആൻ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ സിറ്റുവേഷനിലും ചാപ്രോൺ വേണമെന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് ഇത് അസസ് ചെയ്യണം. ഓരോ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ അനുസരിച്ച് അസസ് ചെയ്താലേ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യന് ഒരു ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെയിം സിനോണിംസ് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി, കേസ് ബൈ കേസസ്, സിനോണിംസ് ഓഫ് ആൻ അസസ് ആൻ ഇൻഡിവിജ്വൽ സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇവാലുവേറ്റ് ദ നീഡ് ഫോർ എ ചാപ്രോൺ ഓൺ എ കേസ് ബൈ കേസസ്. ഇനി എലിമിനേഷൻ മെത്തേഡ് എങ്ങനെയാന്ന് നോക്കാം. ഓപ്ഷൻ എ, എയിം ടു മേക്ക് പേഷ്യന്റ് ഫുള്ളി അവെയർ ഓഫ് ദെയർ റൈറ്റ് ടു എ ചാപ്രോൺ. അത് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏത് സമയത്തും അങ്ങനെ നിർബന്ധമില്ല. ചില സമയത്ത് പേഷ്യന്റ് പറയുകയാണെങ്കിൽ മാത്രം ചാപ്രോൺ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി, റെസ്പെക്ട് ദ വിഷസ് ഓഫ് ദ പേഷ്യന്റ് എബോവ് ഓൾ എൽസ്. അത് ഓപ്പോസിറ്റ് ആണ്, ഇതിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. The guidelines require those undertaking a clinical medication review too. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ഗൈഡ്ലൈനിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. റിക്വയർ, അതാണ് ഈ ക്വസ്റ്റ്യനിലെ ഹെഡ്ജിങ് വേർഡ്. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഇൻവോൾവ് ദ പേഷ്യന്റ് ഇൻ ദർ ഡിസിഷൻ. ഹെഡ്ജിങ് വേർഡ് ഇൻവോൾവ് ദ പേഷ്യന്റ്. Option B, consider the cost of any change in treatments. In that hedging word, consider the cost. Option C, recommend other service as an alternative to medication. In that hedging word is recommend other services. ഇനി നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ആനുവൽ മെഡിക്കേഷൻ റിവ്യൂ. ടു ഗീവ് ഓൾ പേഷ്യൻസ് ആൻ ആനുവൽ മെഡിക്കേഷൻ റിവ്യൂ is an ideal to strive for. In the meantime, there is an argument for targeting all clinical medication reviews to those patients likely to benefit most. Our guidelines state that at least level 2 medication review will occur. That is, the minimum standard is a treatment review of medicines with the full notes, but not necessarily with the patient present.
However, the guidelines go on to say that all patients should have one chance to raise questions and highlight problems about their medicines, and that any changes resulting from the review are agreed with the patient. It also states that GP practices are expected to, first point, minimize waste in prescribing and avoid ineffective treatments. Next, engage effectively in the prevention of ill health. Last, avoid the need for costly treatments by proactively managing patients to recovery through the all care pathway. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇതും ഒരു വൺ ഓഫ് ദ എക്സാമ്പിൾ ഓഫ് കോൺട്രാസ്റ്റ് വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ അച്ഛന്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഒരു പാരഗ്രാഫിൽ 2 കോൺട്രാസ്റ്റ് വേർഡ് ഉണ്ടെങ്കിൽ സെക്കൻഡ് കോൺട്രാസ്റ്റ് വേർഡിന്റെ ചേർന്നായിരിക്കും ആൻസർ വരുന്നത്. ഇതിൽ ഫസ്റ്റ് കോൺട്രാസ്റ്റ് വേർഡ് ബട്ട് ഉണ്ട്, സെക്കൻഡ് കോൺട്രാസ്റ്റ് വേർഡ് ഹവവർ. അപ്പൊ നമുക്ക് ആ സെന്റൻസ് ഒന്നുകൂടി വായിക്കാം. ഹവവർ ദ ഗൈഡ്ലൈൻസ് ഗോ ഓൺ ടു സേ ദാറ്റ് ഓൾ പേഷ്യൻസ് ഷുഡ് ഹാവ് ദ ചാൻസ് ടു റേസ് ക്വസ്റ്റ്യൻ ആൻഡ് ഹൈലൈറ്റ് പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് ഇതിൽ ഓപ്ഷൻസിലായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഇൻവോൾവ് ദ പേഷ്യന്റ് ഇൻ ദെയർ ഡെസിഷൻ. അത് സിനോണിം ഓഫ് ചാൻസ് ടു റേസ് ക്വസ്റ്റ്യൻ ആൻഡ് ഹൈലൈറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ. ഇനി എലിമിനേഷൻ മെത്തേഡ് നോക്കാം. ഓപ്ഷൻ ബി, കൺസിഡർ ദ കോസ്റ്റ് ഓഫ് എനി ചേഞ്ച് ഇൻ ട്രീറ്റ്മെന്റ്സ്. ഇത് എന്താണ് ഇതിൽ ഈ ഗൈഡ് ലൈൻസിൽ ക്ലിനിക്കൽ മെഡിക്കേഷൻ റിവ്യൂ ചെയ്യുന്നതിൽ വേണ്ടതിനെ പറ്റി അല്ല ഇത് പറയുന്നത്. അങ്ങനെ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി, റെക്കമെൻഡ് അതർ സർവീസ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു മെഡിക്കേഷൻ. ഇതും ആ ക്ലിനിക്കൽ മെഡിക്കേഷൻ റിവ്യൂവിനെ പറ്റിയല്ല പറയുന്നത്. അങ്ങനെ നമുക്ക് 2 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ 2 ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ സ്ട്രാറ്റജീസ് യൂട്യൂബിൽ വീഡിയോസിൽ റീഡിംഗ് പാർട്ട് ബി എന്ന് സെർച്ച് ചെയ്ത വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. കൂടുതൽ സ്ട്രാറ്റജീസും നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിച്ച് താങ്ക് യു. താങ്ക് യു. ഞാൻ ജെസ്സി 6th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആദ്യമായി താങ്ക്സ് പറയുന്നു ഫാദർ സലീം ജോസഫ് ആൻഡ് എല്ലാ അഡ്മിൻ മെമ്പേഴ്സിനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനെ ഓർത്ത്. പാർട്ട് ബിയില് നമ്മൾ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ 14 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് ടോപ്പിക് സെന്റൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സെപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺട്രാസ്റ്റ് വേർഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇമോഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജിസ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അബൌട്ട് ക്വസ്റ്റ്യൻസ്, കോസ് ആൻഡ് ഇഫക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലം റീസൺസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലം സൊല്യൂഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, comparison and contrast based question, inference based question, classification based question, conclusion based questions also. പിന്നെ നമ്മൾ ഇത് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ 25 ടൈപ്പ് ടിപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫാദർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, അതായത് സ്കെയില്, സിനോണിംസ് ലാംഗ്വേജ്, പാരാഫ്രേസിങ്, ഇമോഷൻസ്, ജിസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, കോസ് ആൻഡ് ഇഫക്ട്, പ്രോബ്ലംസ് സൊല്യൂഷൻ, പ്രോബ്ലം റീസൺ, comparison, inference, contrast sequence, expression, name, numbers, percentage, modal verb, adjective, headings, subheadings, heading words, classification, absolute. ഇന്ന് പറയാൻ പോകുന്നത് the purpose of email is to. ഈ ഇമെയിലിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. 6th question. Report on rise in post-surgical complication. B. Explain the background to change the patient care. C. Remain staff about procedure for administering drug. Question keyword purpose. Purpose based question എന്ന് പറഞ്ഞാല് ഇത് ജിസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓവറോൾ ഐഡിയ. അത് ബി പാർട്ട് നമ്മൾ എടുക്കുമ്പോൾ QAT മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, ആൻസർ ആൻഡ് ടെസ്റ്റ്. എ കീവേഡ്സ്, റിപ്പോർട്ട് ഓൺ റൈസ്.
B in the keyword background to change the patient care. C keyword procedure. To all staff. എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ടുള്ള ഒരു ഇമെയിലിനെ പറ്റിയാണ് പറയുന്നത്. സബ്ജക്ട് adversary email used for opioid. ഇതാണ് കോണ്ടെക്സ്റ്റ്, അതായത് ഇതാണ് സന്ദർഭം ഈ പാരഗ്രാഫിന്റെ. In August, an alert was issued on the safe use of opioid in hospital. ഓഗസ്റ്റിൽ ഒപ്പിയോഡിന്റെ സുരക്ഷമായ ഉപയോഗത്തെക്കുറിച്ച് ഹോസ്പിറ്റലിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതാണ് ടോപ്പിക് സെന്റൻസ്. ദിസ് reported the incidence of respiratory depression among post-surgical patients to an average 0.5%. ഈ റിപ്പോർട്ടിൽ ഒപ്പിയോഡിന് ശേഷം ശ്വാസതടസ്സം അനുഭവിച്ചവർ 0.5% ആയിരുന്നു. Failure to recognize respiratory depression and institute timely intervention can lead to cardiopulmonary arrest, resulting in brain injury or death. അതായത് 5000 സർജിക്കൽ പേഷ്യന്റിൽ 25 പേർക്ക് ശ്വാസതടസ്സ പ്രശ്നം ഉണ്ടായി. ആ ശ്വാസതടസ്സം തിരിച്ചറിയാൻ പരാജയപ്പെട്ട സമയം ഇടപെടൽ നടത്താൻ അവർക്ക് സാധിക്കാതായതുകൊണ്ട് കാർഡിയോ പൾമണറി അറസ്റ്റ് ഉണ്ടായി. അതേ തുടർന്ന് ബ്രെയിൻ ഇഞ്ചുറി ആൻഡ് ഡെത്തിലേക്കും നയിച്ചു. Retrospective multi-center studies of 14,720 cardiopulmonary arrest cases shows that 44% were respiratory related and more than 35% occurred on the general care floor. അതായത് റിട്രോസ്പെക്റ്റീവ് മൾട്ടി സെന്ററിന്റെ പഠനത്തിൽ 14,720 കാർഡിയോ പൾമനറി അറസ്റ്റ് കേസ് ഉണ്ടായിരുന്നു. അതിൽ 44% ശ്വാസകോശപരമായിട്ടുള്ള ബന്ധപ്പെട്ടതും 35% പൊതുവായ നിലയിലുള്ള അസുഖങ്ങൾ സംഭവിച്ചവരുമാണ്. അതായത് in it therefore ഇത് കോൺട്രാസ്റ്റ് വേർഡാണ്. recommended the post operative patient now have continuous monitoring, instant of spot check of both oxygenation and ventilation. അതായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗികളിലെ ഓക്സിജൻ ക്ഷമതയും ശ്വസനശേഷിയും തുടർന്നും നിരീക്ഷിക്കേണ്ടതാണ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ എ റിപ്പോർട്ട് ഓൺ റൈസ് ഇൻ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻ. ഈ പാരഗ്രാഫിനകത്ത് ഇത് റിപ്പോർട്ട് ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് റൈസ് ചെയ്തേക്കുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല, അത് നോട്ട് ഗിവൺ ആണ്. സി ഓപ്ഷൻ റിമൈൻഡ് സ്റ്റാഫ് അബൌട്ട് പ്രൊസീജിയർ ഫോർ അഡ്മിനിസ്ട്രിങ് ഡ്രഗ്. പ്രോസസ് ഓഫ് പ്രൊസീജിയർ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അഡ്മിനിസ്ട്രിങ് ഡ്രഗിന്റെ പ്രൊസീജിയറിനെ പറ്റി ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ബി ഓപ്ഷൻ ബി എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ടു ചേഞ്ച് ഇൻ പേഷ്യന്റ് കെയർ. അത് ഇവിടെ പറയുന്നുണ്ട്, അതാണ് ആൻസർ ഓപ്ഷൻ. It is therefore recommended that post-operative patient now have continue monitoring instead of spot checking of both oxygenation and ventilation. This is the answer. Then
Then the more contrast word therefore. Numbers and percentage 25%, 0.5% and all. Thank you for